ശ്രീപത്മനാഭൻ, നമസ്തേ, സ്വാഗതം. ഒരു പ്രസംഗം ബീഹാറിൽ നിന്ന് ലോകത്തോട് പറയുന്നു. പെട്ടെന്ന് ഹിന്ദിയിൽ നിന്ന് അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. പ്രസംഗം ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറയുന്നു, എണ്ണി എണ്ണി എവിടെ പോയി ഒളിച്ചാലും, ലോകത്തിൻ്റെ ഏതറ്റത്ത് പോയി ഒളിച്ചാലും തേടി പിടിച്ചിരിക്കും, ഒന്നൊന്നായി തീർത്തിരിക്കും, നട്ടിലൊടിച്ചിരിക്കുമെന്ന്. ഇന്ന് രാവിലെ നാം കണ്ട കാഴ്ച, കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വന്ന് പറയുകയാണ്, പുലർച്ചെ 1:05-നും 1:30-നും ഇടയിൽ ഞങ്ങളത് നടത്തി. എണ്ണി 9 താവളങ്ങൾ. അതെന്തായിരുന്നു എന്ന്, അതേക്കുറിച്ചുള്ള ഇൻ്റലിജൻസ് ഇൻപുട്സ്, അത് എമ്മാതിരി തീവ്രവാദ കളരികൾ ആയിരുന്നു എന്നുള്ളത്. അങ്ങയുടെ ആദ്യത്തെ പ്രതികരണം ശ്രീപത്മനാഭൻ, രാഷ്ട്രീയമായി ഇതെന്ത് സന്ദേശമാണ് ഭാരതത്തിനുള്ളിലുള്ളവർക്കും ഭാരതത്തിന് പുറത്തുള്ളവർക്കും നൽകുന്നത്? അല്ല, ഇത് ഇത്രയേ ഉള്ളൂ. നമ്മളെ പോലത്തെ ഒരു രാജ്യം നമ്മളുടെ പൂർണ്ണമായ ആ ശക്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം നിൽക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അതാണ് ഭാരതം. ഭാരതത്തിന്റെ ചരിത്രം അതാണ്, ഭാരതത്തിന്റെ ഇതിഹാസം അതാണ്. പക്ഷെ എവിടെയൊക്കെയോ വെച്ചിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയാ തനിമ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അതിനെ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി. അതിന്റെ ഫലമായിട്ടാണ് ഈ എല്ലാത്തിനും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളുടെ ഇടയിൽ വളർന്നു വന്നത്. സത്യത്തിൽ 2008 നവംബർ മാസം 26-ാം തീയതി ബോംബെയിൽ നടന്ന തീവ്രവാദ അക്രമത്തോട് നമ്മൾ ഈ രീതിയിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇതിന് വേറൊരു സത്യമുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കുഴപ്പം, പാകിസ്ഥാൻ വിദ്വേഷത്തിൽ നിന്നും ജന്മമെടുത്തൊരു രാജ്യമാണ്. എ നേഷൻ ബോൺ ഔട്ട് ഓഫ് ഹേറ്റ്രഡ്. ഇന്ത്യക്കാരോട്, പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് സൃഷ്ടിച്ചെടുത്ത കൃത്രിമമായ ഒരു ഹേറ്റ്രഡ്, ഒരു വിദ്വേഷം. അത് മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഒരു സ്വന്തമായി തന്റെ കീശയിൽ ഒരു രാജ്യം വേണം എന്ന, താൻ സർവാധിപതിയായ ഒരു രാജ്യം വേണമെന്ന ഒരു ആഗ്രഹത്തിൽ നിന്നും അങ്ങോട്ട് സൃഷ്ടിച്ചെടുത്ത ഒരു ഹേറ്റ്രഡ്, ഒരു വിദ്വേഷം, അതിൽ നിന്നും ജന്മമെടുത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ചരിത്രം പഠിപ്പിക്കുന്നത് പാകിസ്ഥാന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വിദ്വേഷത്തിൽ നിന്നും ജന്മമെടുക്കാം, അത് തെറ്റൊന്നുമില്ല. അങ്ങനെ ചരിത്രത്തിൽ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്, ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ചെക്കോസ്ലോവാക്യയും യൂഗോസ്ലോവിയയും ഒക്കെ വിഭജിക്കപ്പെട്ടത് അവർക്ക് പരസ്പരം യോജിച്ചു പോകാൻ പറ്റാത്ത പരസ്പര വിരോധം കൊണ്ടാണ്. പക്ഷെ ജന്മം ഹേട്രഡിൽ നിന്നോ വിദ്വേഷത്തിനോ എടുത്താലും ഒരു രാജ്യത്തിന് ഹേട്രഡിൽ അല്ലെങ്കിൽ വിദ്വേഷം അതുമാത്രം എന്താ പറയുക ഇന്ധനമാക്കി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു ഭൂപ്രദേശമാണ്, അവിടെ ഒരു ജനതയുണ്ട്. ആ ജനത എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആളുകളാണ്. അവർ സാധാരണക്കാരാണ്. അവർക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, അവിടെ ആരോഗ്യ സംവിധാനങ്ങൾ വേണം. ആ രാജ്യത്തിന് ലോകത്ത് നിലനിൽക്കണമെങ്കിൽ പലതും വേണം. അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജന്മമെടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലം മറന്ന്, ജന്മമെടുക്കാനുണ്ടായ കാരണങ്ങളൊക്കെ മറന്ന്, അതല്ലെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് പുതിയ ലോകത്തിലേക്ക് കടക്കാനും പുതിയ ലോകവുമായി സമരസപ്പെട്ടു പോകാനുമുള്ള ഒരു ബുദ്ധി കാണിക്കണം. ഇപ്പൊ കൊറേഷ്യ പോലുള്ള രാജ്യങ്ങൾ, ചെക്ക് റിപ്പബ്ലിക് പോലുള്ള രാജ്യങ്ങൾ, ഇവരൊക്കെ പരസ്പര വിരോധത്തിന്റെ കാരണമാണ് ചെക്കോസ്ലോവാക്യ യൂഗോസ്ലോവിയ ഒക്കെ പൊളിഞ്ഞ് 2-3 കഷ്ണങ്ങളായത്. പക്ഷെ വൺസ് അവര് ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം അവര് കഴിഞ്ഞ കാലം മറന്നു, അല്ലെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് അവർ പുതിയ ലോകത്ത് ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് ആ രാജ്യങ്ങളൊക്കെ പുരോഗതിയിലേക്ക് നീങ്ങുന്നത്. സത്യത്തിൽ പാകിസ്ഥാനെ പറ്റി പറയുമ്പോൾ പാകിസ്ഥാൻ വളരെ സമ്പന്നമായ ഭൂപ്രകൃതിയുള്ള, സമ്പന്നമായ സാഹചര്യമുള്ള രാജ്യമാണ്. 1980-കളിൽ പാകിസ്ഥാൻ സന്ദർശിച്ച ശേഖർ ഗുപ്ത, ഇന്ത്യയിലെ പ്രശസ്ത പത്രപ്രവർത്തകൻ ശേഖർ ഗുപ്ത പറഞ്ഞത്, 80-കളിൽ ഞാൻ പാകിസ്ഥാനിൽ പോകുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ സമ്പന്നമായ രാജ്യമാണ്. അന്ന് പാകിസ്ഥാന്റെ 100 രൂപ കിട്ടണമെങ്കിൽ ഇന്ത്യയുടെ 150 രൂപ കൊടുക്കണം. നമ്മുടെ 150 രൂപ കൊടുത്താലേ അവിടെ പാകിസ്ഥാന്റെ 100 രൂപ കിട്ടുള്ളൂ. പാകിസ്ഥാൻ കാരണം സിന്ധു നദീ തടമാണ്, ഫലഭൂവിഷ്ടമായ ഭൂമിയാണ്.
നല്ല എന്താ പറയാ ഗോതമ്പും നെല്ലും ഒക്കെ വിളയുന്ന പ്രദേശമാണ്. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാൻ, അതുപോലെ തന്നെ പഞ്ചാബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ധാതു സമ്പത്തുള്ള പലതരത്തിലുള്ള പ്രകൃതിയുടെ അനുഗ്രഹം കിട്ടിയ പ്രദേശമാണ്. അത് സത്യത്തിൽ പാകിസ്ഥാൻ അതൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് വിഭജനത്തിന് ശേഷം, കാരണം ബംഗ്ലാദേശ് അത്ര എളുപ്പത്തിൽ മുന്നോട്ട് കുതിക്കാൻ പറ്റുന്ന ഭൂപ്രകൃതിയോ അല്ലെങ്കിൽ പ്രദേശമോ അല്ല. ബംഗ്ലാദേശിന് അവരുടേതായ ചില ഭൂമിശാസ്ത്രപരമായ കുഴപ്പങ്ങളുണ്ട്. ഇപ്പൊ കിഴക്കൻ പാകിസ്ഥാൻ പോയതിനു ശേഷം ശരിക്കും പടിഞ്ഞാറൻ പാകിസ്ഥാൻ വലിയ തോതിൽ പുരോഗതി നേടി ഗൾഫ് രാജ്യങ്ങളെയൊക്കെ പോലെ വളരെ സമ്പൽ സമൃദ്ധമാവേണ്ട രാജ്യമാണ്. പക്ഷെ ഇതേ ശേഖർ ഗുപ്ത പറയുന്നു, 2008-ലോ 2010-ലോ അദ്ദേഹം പോയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു 80കളിൽ നിന്നും പാകിസ്ഥാൻ വളരെ പിന്നോട്ട് പോയി. ദാരിദ്ര്യം ചുറ്റുപാടും ദൃശ്യമായിരുന്നു, സാമ്പത്തിക പിന്നോക്കാവസ്ഥ ദൃശ്യമായിരുന്നു, വികസനമില്ലായ്മ കാണാൻ സാധിച്ചിരുന്നു. മാത്രവുമല്ല 80കളിൽ 100 രൂപ പാകിസ്ഥാൻ രൂപ കിട്ടണമെങ്കിൽ 150 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇന്ന് 100 ഇന്ത്യൻ രൂപ കിട്ടണമെങ്കിൽ 300 പാകിസ്ഥാൻ രൂപ കൊടുക്കണം. 300 പാകിസ്ഥാൻ രൂപ കൊടുത്താൽ ഇന്ന് 100 ഇന്ത്യൻ രൂപ കിട്ടുന്നു. അപ്പൊ ആ രീതിയിൽ അവർ നശിക്കാൻ കാരണം, ഒന്ന് അതൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആയി. പക്ഷെ തിയോക്രാറ്റിക് സ്റ്റേറ്റുകൾ എല്ലാം, മതരാജ്യങ്ങളെല്ലാം നശിച്ചു പോയിട്ടൊന്നുമില്ല. ഇപ്പൊ സൗദി അറേബ്യ, ദുബായ്, ഖത്തർ, ഇതൊക്കെ മതരാജ്യങ്ങളാണ്. പക്ഷെ അവരുടെ ജോലി വേറെയാണ്. അവര് ആധുനിക ലോകവുമായി ബന്ധപ്പെടുത്തി അവരെ രാജ്യത്തെ വികസിപ്പിച്ചെടുത്ത് അവർക്ക് ഈ പുതിയ ലോകത്ത് ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവര്. പക്ഷെ പാകിസ്ഥാൻ അവിടുത്തെ എന്താ പറയാ ഒരു തരം തീവ്ര യാഥാസ്ഥിക സമൂഹം, മുള്ളമാർ, അവിടുത്തെ ഈ മത നേതാക്കന്മാർ, അവര് ഇതിനെ പിന്നോട്ട് നയിക്കുകയാണ്. അതോടൊപ്പം പാകിസ്ഥാൻ പട്ടാളം ഏത് നിമിഷവും അധികാരം പിടിച്ചെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന പാകിസ്ഥാൻ പട്ടാളം, യാഹ ഖാൻ, അയൂബ് ഖാൻ, ജനറൽ സിയാഉൽ ഹക്ക്, അതുപോലെ തന്നെ ജനറൽ മുഷറഫ്, ഇങ്ങനെ ഒരുപാട് ആളുകളാണ് കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ 10-40 വർഷം ഭരിച്ചത്. അതൊരു ജനാധിപത്യം അവര് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു നിമിഷ നേരം കൊണ്ട് ജനാധിപത്യം ഇല്ലാതാക്കി പട്ടാള മേധാവി അധികാരം പിടിച്ചെടുക്കുക. അപ്പൊ ജനാധിപത്യത്തിന് ഒരു വിലയില്ല. എന്താ പറയാ വളരെ യാഥാസ്ഥികമായ പൗരോഹിത്യ വർഗം, അതോടൊപ്പം അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ. അതായത് നമ്മുടെ രാജ്യത്തൊക്കെ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരുണ്ട്, പക്ഷെ പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാരെ പോലത്തെ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ ലോകത്തെവിടെ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എല്ലാ പ്രധാനമന്ത്രിമാർക്കും ലോകത്തിന്റെ നാനാഭാഗത്തും സമ്പത്ത് വാങ്ങിക്കൂട്ടിയവരാണ്. അത് ബേനസീർ ഭൂട്ടോ ആവട്ടെ, അവരുടെ പിതാവ് സുൽഫിക്കർ അലി ഭൂട്ടോ ആവട്ടെ, ഇമ്രാൻഖാൻ ആവട്ടെ, നവാസ് ഷെരീഫ് ആവട്ടെ, പാകിസ്ഥാൻ ഭരിച്ച എല്ലാവരും അമേരിക്കയിലും യൂറോപ്പിലും ലോകത്തെ സ്വിറ്റ്സർലാൻഡ് പോലുള്ള പ്രദേശങ്ങളെല്ലാം പോയി ആയിരക്കണക്കിന് കോടി രൂപ വിലയുള്ള സ്വത്ത് വാങ്ങിക്കൂട്ടിയവരാണ്. ജനങ്ങളോട് ഒരു കടപ്പാടുമില്ല. ജനങ്ങൾ നന്നാവണമെന്നില്ല, ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നില്ല, നല്ല റോഡ് വേണമെന്നില്ല, വൈദ്യുതി വേണമെന്നില്ല, വെള്ളം വേണമെന്നില്ല, അവിടെ എന്താ പറയാ ആരോഗ്യം നന്നാവണമെന്നില്ല, ഒന്നുമില്ല. ജനങ്ങളോട് ഒരു കടപ്പാടുമില്ല. മതവും മിലിട്ടറിയും രാഷ്ട്രീയക്കാരും, മതമേലധ്യക്ഷന്മാരും പട്ടാള മേധാവികളും രാഷ്ട്രീയക്കാരും ചേർന്ന് വളരെ സമ്പൽ സമൃദ്ധമായ പ്രകൃതി കനിഞ്ഞരുളിയ ഒരു രാജ്യത്തെ നശിപ്പിച്ച് നാനാവിധമാക്കിയതിന്റെ കാഴ്ചയാണ് പാകിസ്ഥാൻ. പക്ഷെ നമ്മുടെ കഷ്ടകാലം എന്താന്ന് വെച്ചാൽ നമ്മുടെ അതിർത്തി രാജ്യമായി പോയി. ഇവരുണ്ടാക്കുന്ന എല്ലാ കുഴപ്പവും അനുഭവിക്കേണ്ടത് നമ്മളായിപ്പോയി. പക്ഷെ അതിന് ഉത്തരവാദി നമ്മൾ പാകിസ്ഥാൻ സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഭരിച്ചവരാണ്. കാശ്മീരിന്റെ 1/3 ഭാഗം പാകിസ്ഥാന് കൈവശപ്പെടുത്താനുള്ള അവസരം കൊടുത്തവർ, അനാവശ്യമായ സഖ്യങ്ങൾ പാകിസ്ഥാനുമായി ഉണ്ടാക്കിയവർ, വിട്ടുവീഴ്ച ചെയ്തവർ, 71 യുദ്ധത്തിൽ 93,000 പട്ടാളക്കാരെ കൈവശം കിട്ടിയിട്ടും ഒരു കണ്ടീഷനിലാണ് വിട്ടുകൊടുത്തവർ. ഈ തരത്തിലുള്ള നയമാണ് നമ്മളെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. പക്ഷേ ഇന്ന് ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ന് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. ഇന്ന് നമ്മളെ അറിഞ്ഞില്ലേ, നമ്മുടെ മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യയൊക്കെ അമേരിക്കൻ രാജ്യങ്ങളിലോ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഫ്രാൻസിനോ ജർമ്മനിക്കോ റഷ്യക്കോ ഒക്കെ അവകാശപ്പെടാൻ മാത്രമുള്ള അത്രയും, കാരണം 18 ഏക്കർ സ്ഥലത്താണ് അസർ മസൂദിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ആ കോമ്പൗണ്ട്, അതിൽ അസർ മസൂദിന്റെ വീട് മാത്രം ലക്ഷ്യമിട്ട് നമുക്ക് അടിക്കാൻ ബ്രഹ്മോസ് മിസൈലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നാം സ്വന്തം ഡെവലപ്പ് ചെയ്ത മിസൈലാണ്. നമ്മുടെ സാങ്കേതിക വിദ്യ എവിടെ എത്തി എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ ആധുനികമായ രാജ്യമായി ഭാരതം മാറുകയാണ്. നമ്മളെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം ഈ വൃത്തികെട്ട അയൽവാസിയാണ്.
സ്വയം നന്നാവണമെന്ന് ആഗ്രഹമില്ലാത്ത അയൽവാസിയാണ്. ഇവരോട് നേരത്തെ തന്നെ കടുത്ത സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ നമുക്ക് പല കുഴപ്പങ്ങളും ഒഴിവാക്കാമായിരുന്നു. റൈറ്റ്.